അങ്ങനെ 3 ആഴ്ച ദാന്ന് പറഞ്ഞു തീർന്നു. വെക്കേഷൻ നാട്ടിൽ പോയിട്ട് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. എന്തായാലും നമ്മൾ തിരിച്ച് ആംസ്റ്റർഡാമിലെത്തി. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി റെജിയും ദിബിനും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. നെയ്തനും ഡാനിക്കും ഷെയ്വിനോടും വേദിനോടും ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. അത്ര എക്സൈറ്റഡ് ആയിരുന്നു അവർ. ഞങ്ങളങ്ങനെ വീടെത്തി ഫ്രഷായി. എന്നാൽ പിന്നെ നമുക്ക് ആ ചടങ്ങിലോട്ട് അങ്ങോട്ട് കിടക്കാമല്ലേ. ഇന്ന് നമുക്കൊരു അൺപാക്കിംഗ് വ്ലോഗാണ്. നമ്മുടെ എല്ലാ ചെക്കിൻ ബാഗും കിട്ടിയില്ല. നമുക്കിനി 2 ചെക്കിൻ ബാഗും കൂടി കിട്ടാനുണ്ട്. പക്ഷെ അത് അവർ ഇന്ന് ഡെലിവറി ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഡെലിവറി ചെയ്യും. എന്തായാലും നമുക്ക് കിട്ടിയ ബാഗുകളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആക്കി തുടങ്ങാം. ഇന്ന് നല്ലൊരു വെതറുള്ള ദിവസമാണ് കേട്ടോ. നല്ല സണ്ണിയാണ്. അതുകൊണ്ട് ഞാൻ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടു. അപ്പം നമുക്കിത് ആ പെട്ടി തുറക്കൽ മഹാമഹം ആരംഭിക്കാം. പലതവണ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും എല്ലാ തവണയും ഞങ്ങൾക്ക് എപ്പോഴും ലഗേജ് കൂടുതലായിരിക്കും. ഇത്തവണയും അതുപോലെ തന്നെ 17 കിലോ എക്സ്ട്രാ ലഗേജ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ കുറേയൊക്കെ പേ ചെയ്തു. പിന്നെ ബാക്കി ഈ 17 കിലോ ഞങ്ങൾ പുറത്തെടുത്തു. ഭാഗ്യത്തിന് ചേച്ചിക്ക് അവർ ജസ്റ്റ് എയർപോർട്ട് വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട്. എന്നിട്ട് പിന്നെ അവരെ വിളിച്ച് അവരുടെ കൊടുത്തു വിട്ടു. ഇതുവരെ ഞങ്ങൾ പഠിക്കാത്തൊരു കാര്യമാണ്. എല്ലാ തവണയും ലഗേജ് നമ്മളിങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ലാസ്റ്റ് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല. ഇതേപോലെ ഇത്തവണയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന മെയിൻ സാധനങ്ങളാണ് നമുക്ക് വേണ്ട പൊടികൾ. അതായത് ഈ പുട്ടുപൊടി, അപ്പപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നാട്ടിൽ പൊടിച്ച മുളക് പൊടി, മല്ലിപ്പൊടി, കൊടംപുളി, വാളംപുളി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്ന് മെയിനായിട്ട് കൊണ്ടുവരിക. ഈ സാധനങ്ങളെല്ലാം ഇവിടുത്തെ ഇന്ത്യൻ കടയിൽ കിട്ടും. പക്ഷെ എന്നാലും എനിക്ക് നാട്ടിൽ നിന്ന് മില്ലിൽ പൊടിച്ച സാധനങ്ങൾ വെച്ചിട്ട് കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ 2-3 പെട്ടികളൊക്കെ അൺപാക്ക് ചെയ്തപ്പോൾ ക്ഷീണമായി. എന്നാൽ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ടാങ്ക് കുടിച്ചിട്ടാകും അടുത്ത അൺപാക്കിംഗ്. ഒരു ഗ്ലാസ്സിന് 2 ടേബിൾ സ്പൂണോ? ടേസ്റ്റ് ഉണ്ട്. എന്ത് ടേസ്റ്റ് ആണ് ഡാനു തോന്നുന്നത്? ലെമന്റെ ടേസ്റ്റ് ആണ്. അങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പെട്ടികൾ അൺപാക്ക് ചെയ്യാനുള്ള കുറച്ച് എനർജിയൊക്കെ ആയി. കുറച്ച് വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കളിയെല്ലാം ഗാർഡനിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇവർ പുറത്ത് പോകുമ്പോഴത്തേക്കും SPF 50 ഉള്ള സൺക്രീം ഇട്ട് കൊടുക്കാറുണ്ട്. കിഡ്സിൻ്റെ സൺക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. വെയിൽ വന്നാൽ ഇവിടെ കാണുന്നൊരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. ആരെങ്കിലൊക്കെ ആയിട്ട് ഗാർഡനിൽ ഇങ്ങനെ പോയി കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഏകദേശം നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയതാ. കിഡ്സ് കഴിക്കുന്നത് ഈ ബ്രെഡാണ് കേട്ടോ. അവർ മോസ്റ്റ്ലി ഞാൻ സ്കൂളിലാണെങ്കിൽ അവർ ബ്രെഡാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ചോറ് വെച്ചു. കറി അമ്മ നാട്ടിൽ നിന്ന് അച്ചാറുകൾ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ സനി നമുക്ക് ഈ ആഴ്ചത്തേക്കുള്ള വീക്ക്ലി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നു. ആ സമയത്ത് തന്നെ നമുക്ക് വരാനുണ്ടായിരുന്ന 2 ചെക്കിൻ ബാഗും എത്തിയിട്ടോ. അതിനകത്ത് ഒരെണ്ണം എൻ്റെ ഒരു വെറ്റ് ഗ്രൈൻഡറാണ്. ഞാൻ കുറേ നാളായി നാട്ടിൽ നിന്ന് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ദോശ ഇഡ്ഡലി അങ്ങോട്ട് ഉണ്ടാക്കി മരിക്കും. അങ്ങനെ നമ്മുടെ അൺപാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. എനിക്കിവിടെ നന്നായി ഒന്ന് വാക്യൂം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരമായി. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കുറേ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് നട്ടു. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ തുടങ്ങുന്ന സമയമായതുകൊണ്ട് പുറത്ത് ചെടികൾ നട്ടു കഴിഞ്ഞാൽ പിടിക്കും. കുറച്ച് ചെടികളൂടി നടാനുണ്ട്. അത് പിന്നെ ചെയ്യണം. വിത്തുകളാണത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു. നമ്മൾ ചിറ്റ് ചെയ്തു, നാട്ടുവിശേഷങ്ങൾ പറഞ്ഞു, സ്നാക്സ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം തീരാറായി. അതേപോലെ തന്നെ നമ്മുടെ വ്ലോഗും ഇന്ന് തീരുകയാണ്. ഇനിയുള്ള വിശേഷങ്ങളെല്ലാം ആംസ്റ്റർഡാം വിശേഷങ്ങളാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. സോ ടിൽ വി മീറ്റ് അഗെയിൻ, കൊച്ചിക്കാരി സൈനിങ് ഓഫ്. ബൈ ബൈ.